ഹലോ, വെൽക്കം ടു ഹുക്സ് ആൻഡ് ഹോബീസ്. ഇന്ന് ഞാനൊരു ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ ഫ്ലവർ ഹാങ്ങിങ് ആണ് ക്രോഷേ ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ ഹാങ്ങിങ് ചെയ്യാനായിട്ട് മൾട്ടി കളർ യാൺസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് യാൺസ് ആവശ്യമില്ലാത്തൊരു പ്രോജക്റ്റാണിത്. സോ സ്ക്രാപ്പ് യാൺസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈസിയായി ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ഞാനൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ്, ഡാർക്ക് പിങ്ക് ഷെയ്ഡ്, യെല്ലോ, സ്ട്രിങ് ചെയ്യാനായിട്ട് ഡാർക്ക് പിങ്ക് ഷെയ്ഡ്, ഫ്ലവർ ചെയ്യാനായിട്ട് വൈറ്റ് കളറും അതിൻ്റെ ടോപ്പ് പോർഷൻ ചെയ്യാനായിട്ട് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ആണ് യൂസ് ചെയ്തത്. ആൻഡ് ഹുക്ക് സൈസ് യൂസ് ചെയ്തിരിക്കുന്നത് 3.5 mm ആണ്. സോ നൗ ലെറ്റ് സി ഹൗ ടു ക്രോഷേ ദിസ് ബ്യൂട്ടിഫുൾ ഹാങ്ങിങ്. ആദ്യം നമ്മൾ ബട്ടർഫ്ലൈ പാറ്റേൺ ആണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു യെല്ലോ കളർ യാണും 3.5 mm ക്രോഷേ ഹുക്കുമാണ്. ഫസ്റ്റ് ഒരു മാജിക് റിങ് ക്രിയേറ്റ് ചെയ്യുക. മാജിക് റിങ് ഉണ്ടാക്കിയതിന് ശേഷം ചെയിൻ 3 ചെയ്യുക. Then 2 double crochet, chain 2, ഇനി 3 ഡബിൾ ക്രോഷേ ചെയ്യുക. ഇതാണ് നമ്മുടെ പാറ്റേൺ. 3 ഡബിൾ ക്രോഷേ, ചെയിൻ 2. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ മാത്രം ചെയിൻ 3യും 2 ഡബിൾ ക്രോഷയും, പിന്നീട് അങ്ങോട്ട് 3 ഡബിൾ ക്രോഷേ, ചെയിൻ 2. Again chain 2, 3 double crochet, നമുക്ക് മൊത്തം 8 3 ഡബിൾ ക്രോഷേസ് ആണ് വേണ്ടത്. ഫസ്റ്റ് വേണ്ട നമ്മൾ ചെയിൻ 3 2 ഡബിൾ ക്രോഷേ ആണ് ചെയ്തത്. പിന്നീട് ഈ 3 ഡബിൾ ക്രോഷേ ടോട്ടൽ 8 ടൈംസ്, ടോട്ടൽ 8 ആണ് വേണ്ടത്. സോ ഇനിയിപ്പോൾ 3 ആയിരിക്കുകയാണ്. ഇനി 5 മോർ ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. 3 ഡബിൾ ക്രോഷേ, ചെയിൻ 2. അങ്ങനെ ഇത് ടോട്ടൽ 8 ടൈംസ് ചെയ്തിരിക്കണം. അതിന് ശേഷം ഈ മാജിക് റിങ് ചെറുതാക്കുക. ഞാനിവിടെ 3 ഡബിൾ ക്രോഷേ, ചെയിൻ 2 ചെയ്താണ് നിർത്തിയിരിക്കുന്നത്. അതിന് ശേഷം തേർഡ് ചെയിൻ ഫ്രം ദ ഹുക്കിലേക്ക് 1 2 and 3 തേർഡ് ചെയിൻ ഫ്രം ദ ഹുക്കിലേക്ക് കൊണ്ടുവന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് റൗണ്ട് എൻഡ് ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഒരു ചെയിൻ 1 ചെയ്ത് ഞാൻ കട്ട് ചെയ്തതിന് ശേഷം റൗണ്ടോടെ എൻഡ് ചെയ്യുക. ഇന്ന് നമ്മൾ നെക്സ്റ്റ് കളർ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ ഞാൻ സർക്കിൾ ട്രിം ചെയ്യുക. ഒരു നീഡിൽ യൂസ് ചെയ്തിട്ട് എൻഡെല്ലാം ട്രിം ചെയ്യുക. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പാറ്റേൺ ഇവിടെ എല്ലാം വീവ് ചെയ്ത്, ഇപ്പോൾ എനിക്ക് ഈ മാജിക് റിംഗ് മിഡിൽ ത്രെഡ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഞാൻ വീവ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് ഞാനൊരു പിങ്ക് കളർ യാണാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഏതെങ്കിലും ഒരു ചെയിൻ 2 സ്പേസിലേക്ക് അറ്റാച്ച് ചെയ്യുക. ഓക്കെ, അറ്റാച്ച് ചെയ്തതിന് ശേഷം ഒരു ചെയിൻ 3 ചെയ്യുക. ആൻഡ് 3. ഓക്കെ, അതിനുശേഷം 2 ഡബിൾ ക്രോഷേ, then a chain 2, then 3 more double crochet into the same space. ഈ chain 2 സ്പേസിലേക്ക് തന്നെ 3 more double crochet ചെയ്യുക. 1 2 and 3. ഇനി എല്ലാ ചെയിൻ 2 സ്പേസിലേക്കും 3 ഡബിൾ ക്രോഷേ, ചെയിൻ 2 3 ഡബിൾ ക്രോഷേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, ടെയിൽ എൻഡും കൂടെ ഇതിൻ്റെ ഒപ്പം കൊണ്ടുപോകും. അപ്പം വീവ് ചെയ്ത് പോകുന്നതാണ്. 1 2 3
then a chain 2, 1 2, then again chain 3. ഈ പാറ്റേൺ എല്ലാ ചെയിൻ 2 സ്പേസിലേക്കും ചെയ്യുക. നമ്മുടെ ബട്ടർഫ്ലൈയുടെ ഫ്ലെയർ ഔട്ട് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്ത് ഈ ബട്ടർഫ്ലൈയെ ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഈ പാറ്റേൺ എല്ലാ ചെയിൻ 2 സ്പേസിലും റിപ്പീറ്റ് ചെയ്യുക. ഞാൻ എല്ലാ ചെയിൻ 2 സ്പേസിലേക്കും 3 ഡബിൾ ക്രോഷ്യ ചെയിൻ 2 3 ഡബിൾ ക്രോഷ്യ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് 3 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം 1 2 3 ഈ ചെയിൻ 3യിലേക്ക് കൊണ്ടുവന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യുക. പിന്നെ നമ്മുടെ യെല്ലോ ചെയ്തതുപോലെ തന്നെ പിങ്ക് കൊണ്ടുള്ള വർക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അടുത്ത കളറാണ് നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ഇവിടെ ഒരു ചെയിൻ 1 ചെയ്തതിന് ശേഷം ഞാൻ കട്ട് ചെയ്യുന്നു. ആൻഡ് ടെയിൽ എൻഡ് വീവ് ചെയ്യുക. ടെയിൽ എൻഡ് ഒരു നീഡിലെടുത്ത് ബാക്കിലേക്ക് വീവ് ചെയ്ത് നീറ്റ് ഫിനിഷ് കൊണ്ടുവരിക. ഓക്കെ, കൊണ്ടുവരാം. അതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് കളർ യാൺ വെച്ചിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ ബാക്കിലേക്ക് വീവ് ചെയ്ത് ട്രിം ചെയ്യുക. ഞാനിവിടെ ടെയിൽ എൻഡ് എല്ലാം തന്നെ വീവ് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ 3 ഡബിൾ ക്രോഷ്യ ചെയിൻ 2 3 ഡബിൾ ക്രോഷ്യ ആ ചെയിൻ 2 സ്പേസിലാണ് നമ്മളിവിടെ ആദ്യം വർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നെക്സ്റ്റ് കളറാണ് നിങ്ങൾ ഏതാണോ എടുക്കുന്നത് അത് അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം ഒരു ചെയിൻ 3 ചെയ്യുക. ചെയിൻ 3 ചെയ്തതിന് ശേഷം 5 ഡബിൾ ക്രോഷ്യ ചെയ്യുക. സോ ടോട്ടൽ ഈ ചെയിൻ 3യും കൂടെ കൂട്ടിയാൽ 6 ഡബിൾ ക്രോഷ്യ. ഓക്കെ, ചെയിൻ 3 ചെയ്തതിന് ശേഷം 5 ഡബിൾ ക്രോഷ്യ 1 2 3 4 and 5. ഓക്കെ, 5 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം ഒരു ചെയിൻ 3 ചെയ്യുന്നു. 1 2 3 ചെയിൻ 3 ചെയ്തതിന് ശേഷം സ്കിപ്പ് ചെയ്യുന്ന ഫസ്റ്റ് 2 സ്റ്റിച്ചസ് ഇൻറ്റു ദ തേർഡ് സ്റ്റിച്ച് വന്ന ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നു. ഒരു പീക്കോട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. ഓക്കെ, അതിനുശേഷം എഗെയിൻ 6 ഡബിൾ ക്രോഷ്യേസ് ഇൻറ്റു ദി സെയിം ചെയിൻ സ്പേസിലേക്ക് 6 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നു. 1 2 3 4 5 and 6. സോ നമ്മുടെ ബട്ടർഫ്ലൈയുടെ വിങ് ഇങ്ങനെ ഫ്ലെയർ ഔട്ട് ചെയ്ത് വരുന്ന പാറ്റേൺസാണ് നമ്മളിപ്പം ചെയ്യുന്നത്. ദിസ് ഈസ് അവർ ലാസ്റ്റ് റോ ഓഫ് ബട്ടർഫ്ലൈ. ഓക്കെ, ദെൻ നമുക്ക് ഈ 2 പാറ്റേൺസ് തമ്മിലുള്ള സ്പേസ് ആണുള്ളത്. സോ ഇവിടെ 6 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം ചെയിൻ 2 ചെയ്യുക. അതിനുശേഷം ഒരു സിംഗിൾ ഡബിൾ ക്രോഷ്യ. ഓക്കെ, ഒരു ഡബിൾ ക്രോഷ്യ ഈ സ്പേസിലേക്ക് ചെയ്യുക. again chain 2, then നമ്മുടെ ലാസ്റ്റ് റോയിലെ ചെയിൻ 2 സ്പേസ് ആണ്, അവിടേക്ക് 6 ഡബിൾ ക്രോഷ്യ, ദെൻ ചെയിൻ 3 ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ടു ദ സെക്കൻഡ് ചെയിൻ, അങ്ങനെ ഒരു പീക്കോട്ട് ചെയ്ത് എഗെയിൻ 6 ഡബിൾ ക്രോഷ്യ. സോ ഈ പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്യുക. 6 ഡബിൾ ക്രോഷ്യ, ദെൻ എ പീക്കോട്ട്, ദെൻ 6 ഡബിൾ ക്രോഷ്യ, ദെൻ ചെയിൻ 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 2, ദെൻ
ഈ പാറ്റേൺ ഇങ്ങനെ എല്ലാ ചെയിൻ 2 സ്പേസിലും റിപ്പീറ്റ് ചെയ്യുക. ഇൻ ബിറ്റ്വീൻ ഈ പാറ്റേൺസിൻ്റെ തമ്മിലുള്ള ഇടയ്ക്കുള്ള സ്പേസിൽ ചെയിൻ 2 ഡബിൾ ക്രോഷേ ചെയിൻ 2 ചെയ്യുക. Double crochet to the space between the pattern. Okay, then again chain 2. ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. ചെയിൻ 2 ഡബിൾ ക്രോഷേ ചെയിൻ 2 ചെയ്ത് എൻഡിലെത്തിയിരിക്കുകയാണ്. ഇനി നമ്മുടെ ഫസ്റ്റ് ചെയിൻ 3ൽ തേർഡ് ചെയിനിൽ 1 2 and 3 തേർഡ് ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നു. സ്ലിപ്പ് സ്റ്റിച്ച് ടു ദി തേർഡ് ചെയിൻ ഫ്രം ദ ഹുക്ക്. അതിനുശേഷം ചെയിൻ 1 ചെയ്ത് പാറ്റേൺ എൻഡ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഈ ടെയിലെൻഡും മിഡിലുള്ള ടെയിലെൻഡും എല്ലാം വീവ് ചെയ്യുക. ടെയിലെൻഡ് എല്ലാം തന്നെ ഞാൻ വീവ് ചെയ്തിരിക്കുകയാണ്. വീവ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ ഫോം ചെയ്തിരിക്കുകയാണ്. ഫ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലവർ പാർട്ടാണ് ഉണ്ടാക്കുന്നത്. ഫ്ലവർ പാർട്ട് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് ഒരു മാജിക് റിങ്, ഫ്ലവറിൻ്റെ ടോപ്പ് പാർട്ട് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിയാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഒരു മാജിക് റിങ് ഉണ്ടാക്കുന്നു. മാജിക് റിങ് ഉണ്ടാക്കിയതിന് ശേഷം ഇതിലേക്ക് 5 സിംഗിൾ ക്രോഷേസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, 1 2. ഓക്കെ, 5 സിംഗിൾ ക്രോഷേ ചെയ്തതിന് ശേഷം മാജിക് റിങ് ക്ലോസ് ചെയ്യുക. ഓക്കെ, ആൻഡ് സ്ലിപ്പ് സ്റ്റിച്ച് ടു ദി ഫസ്റ്റ് സിംഗിൾ ക്രോഷേ. ഓക്കെ, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ചെയിൻ 4 ചെയ്യുന്നു. 1 2 3 and 4. ഇതൊരു ഡബിൾ ക്രോഷേ ആൻഡ് ചെയിൻ 1 എന്നുള്ള കൺസെപ്റ്റാണ്. ചെയിൻ 4. അതിനുശേഷം നെക്സ്റ്റ് നമ്മുടെ സിംഗിൾ ക്രോഷേയിലേക്ക് ഒരു ഡബിൾ ക്രോഷേ ചെയ്യുന്നു. then a chain 1. അങ്ങനെ 5 ടൈംസ് ചെയ്യുന്നു. ഡബിൾ ക്രോഷേ ചെയിൻ 1 5 ടൈംസ്. ഓക്കെ, ആഫ്റ്റർ ചെയിൻ 4 ഡബിൾ ക്രോഷേ ചെയിൻ 1 5 തവണ ചെയ്യുക. അപ്പോൾ ടോട്ടൽ നമുക്കൊരു 6 സ്പേസ് കിട്ടുന്നതാണ് ഫ്ലവർ ചെയ്യാനായിട്ട്. ഫൈനലി ഡബിൾ ക്രോഷേ ചെയിൻ 1 ചെയ്തതിന് ശേഷം തേർഡ് ചെയിനിലേക്ക് 1 2 3 തേർഡ് ചെയിനിലേക്ക് വന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, ആൻഡ് ഒരു ചെയിൻ 1 ചെയ്ത് റൗണ്ട് ഇവിടെ ഫിനിഷ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ടെയിൽ എൻഡ് വീവ് ചെയ്യുക. ഞാനിവിടെ ടെയിൽ എൻഡ് എല്ലാം വീവ് ചെയ്തിരിക്കുകയാണ്. ഇതെൻ്റെ മാജിക് റിങ് ചെയ്ത ടെയിൽ എൻഡാണ്. അത് ലാസ്റ്റ് വീവ് ചെയ്യാം. സോ ഇനി നെക്സ്റ്റ് വൈറ്റ് കളർ യാൺ വെച്ചിട്ടാണ് ഞാൻ ഫ്ലവർ ചെയ്യുന്നത്. അതിനായിട്ട് യാൺ ഫസ്റ്റ് ഈ ചെയിൻ 1 സ്പേസിലേക്ക് അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ പഫ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 6 പഫ് സ്റ്റിച്ചാണ് ചെയ്യുന്നത് ടുഗദർ. ഓക്കെ, യാണൊന്ന് ലൂസാക്കിയതിന് ശേഷം യാണപ്പ് ചെയ്തതിന് ശേഷം ഹുക്കിനെ യാൺ ചുറ്റുക. അതിനുശേഷം ഈ ഹോളിലേക്ക് യാൺ ഇറക്കുക. 6 ടൈംസ് ഇത് ചെയ്യുക. ഇതിപ്പം ഫസ്റ്റ് ടൈം ആയിരിക്കണം. 1 2 3
4 5 and 6. ഓക്കെ, 6 ടൈംസ് ചെയ്തതിന് ശേഷം yarn around the hook ചെയ്യുക and pull through all the loops in the hook. എന്നിട്ട് ഒരു ചെയിൻ 1 ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് പഫ് സ്റ്റിച്ച് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഈ രീതിയിൽ എല്ലാ സ്പേസിലേക്കും ചെയ്യുക. അങ്ങനെ ടോട്ടൽ 6 പഫ് സ്റ്റിച്ചസ് നമുക്ക് കിട്ടുന്നതാണ്. യാണ് ഹുക്കിനെ ചുറ്റുക, ദെൻ ഗോ ടു ദ നെക്സ്റ്റ് ചെയിൻ 1 സ്പേസ്. ഇങ്ങനെ 6 ടൈംസ് യാൺ ഹുക്കിനെ ചുറ്റുക, ഗോ ടു ദ സ്പേസ്, ഇങ്ങനെ 6 ടൈംസ് ചെയ്യുക ആൻഡ് ദെൻ ഡു എ ചെയിൻ 1. ഓക്കെ, 1 2 3 4 5 and 6. ഓക്കെ, അതിനുശേഷം pull through all the loops in the hook. ഓക്കെ, then do a chain 1. ഈ പ്രോസസ്സ് എല്ലാ സ്പേസിലേക്കും റിപ്പീറ്റ് ചെയ്യുക. ഞാൻ അങ്ങനെ 6 പഫ് സ്റ്റിച്ചസ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഈ ചെയിൻ 1ലേക്ക് വന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അഗെയിൻ നമ്മൾ 1 more റോ ചെയ്യുന്നതാണ്. അതിനായിട്ട് ചെയിൻ 1 ചെയ്യുന്നു. ചെയിൻ 1 ചെയ്തതിന് ശേഷം ഈ 2 പഫ് സ്റ്റിച്ചിൻ്റെ ഇടയിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുന്നു. ദെൻ 2 ഡബിൾ ക്രോഷേ ചെയ്യുക. ദെൻ അഗെയിൻ എ സിംഗിൾ ക്രോഷേ. ആൻഡ് ഈ പാറ്റേൺ എല്ലാ പഫ് സ്റ്റിച്ചിൻ്റെയും ഇടയിലുള്ള സ്പേസിലേക്ക് റിപ്പീറ്റ് ചെയ്യുക. സിംഗിൾ ക്രോഷേ, 2 ഡബിൾ ക്രോഷേ ആൻഡ് സിംഗിൾ ക്രോഷേ. ഫൈനലി ലാസ്റ്റ് പഫ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് റൗണ്ട് എൻഡ് ചെയ്യുന്നു. ചെയിൻ 1 ചെയ്ത് റൗണ്ട് എൻഡ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഈ ടെയിലെൻറ്റും വീവ് ചെയ്യുക. ഓക്കെ, ഈ ടെയിലെൻറ്റ് ഇപ്പോൾ വീവ് ചെയ്യേണ്ട, ലാസ്റ്റ് യൂസ്ഫുൾ ആയിരിക്കും. ഈ സെയിം സ്റ്റെപ്സ് യൂസ് ചെയ്ത് 4 ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുക. നെക്സ്റ്റ് സ്ട്രിങ് ആണ് ചെയ്യുന്നത്. സ്ട്രിങ് ചെയ്യാനായിട്ട് ഞാൻ ഡാർക്ക് പിങ്ക് ഷെയ്ഡ് യാൺ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ ഒരു സ്ലിപ്പ് നോട്ട് ഇടുന്നു. ടെയിലിൻ്റെ എനിക്ക് ആവശ്യത്തിന് വേണ്ട ലെന്തിൽ വിട്ടതിന് ശേഷം ചെയിൻ 80 ആണ് ഫസ്റ്റ് സ്ട്രിങ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്ട്രിങ് ചെയിൻ 80യുടെ സ്ട്രിങ് ആണ് ചെയ്യുന്നത്. ചെയിൻ 80 ചെയ്തതിന് ശേഷം ഇത് ക്ലോസ് ചെയ്യുക. സ്ട്രിങ്ങിന് അത്യാവശ്യം വേണ്ട ലെന്ത് വിട്ടതിന് ശേഷം ഫ്ലവർ അറ്റാച്ച് ചെയ്യാനുണ്ട് എൻഡിലേക്ക്. സോ സ്ട്രിങ്ങിന് ലെന്ത് ഇട്ട ശേഷം ചെയിൻ ക്ലോസ് ചെയ്യുക. ഓക്കെ, അതിന് ശേഷം ഞാനിത് അൺഈക്വലായിട്ട് വെക്കുകയാണ്. ഒരു പാർട്ട് ലെന്ത് കൂടിയും ഒരു പാർട്ട് ലെന്ത് കുറഞ്ഞും വെച്ചതിന് ശേഷം നമ്മുടെ ഈ ബട്ടർഫ്ലൈ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ഈ മിഡിൽ പോർഷനിലൂടെ ഇത് ഉള്ളിലേക്ക് എടുക്കുക. ഹുക്ക് കയറ്റിയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഹാങ്ങിങ് അൺഈക്വലായിട്ട് വെച്ചതിന് ശേഷം ബട്ടർഫ്ലൈയുടെ ആ മിഡിൽ പോർഷനിലൂടെ നമ്മൾ ഇത് ലൂപ്പ് പൊക്കിയെടുത്തിരിക്കുകയാണ്. ഇനി ഇത് എത്ര ലെന്ത് മുകളിൽ വേണമെന്നുള്ളത് നിങ്ങൾ എന്തിലാണ് ഹാങ് ചെയ്യാൻ പോകുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ലെന്തിലാണ് വിടുന്നത്. സോ നെക്സ്റ്റ് സ്ട്രിങ് ചെയ്യാനായിട്ട് ഞാൻ വീണ്ടും സെയിം പിങ്ക് കളർ യാൺ എടുത്തിട്ട് ഒരു ചെയിൻ 18 ആണ് ചെയ്യുന്നത്. ഈ സ്ട്രിങ്ങിൻ്റെ എല്ലാം ലെന്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ്. ഓക്കെ, 1 2 ചെയിൻ 18 ചെയ്തതിന് ശേഷം നമ്മൾ ഈ അകത്തുള്ള ഇവിടെ ഒരു സ്ട്രിങ് ഓൾറെഡി നമ്മൾ അകത്തേക്ക് കയറ്റിയിരുന്നു. ഓക്കെ, സോ ഇതിനൊരു എൻഡ് ഫിനിഷ് കൊടുക്കുകയാണ്. ഇതല്ലെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഇവിടേക്കാണ് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നത്. ഓക്കെ, അതിൻ്റെ ലെന്ത് എല്ലാം കറക്റ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ഈ 2 ചെയിൻസിനും ഓരോ ചെയിൻ വീതം ഈ ഹുക്കിലേക്ക് കയറ്റുന്നു. ഓക്കെ, ചെയിനിൻ്റെ 2 ഭാഗത്തെയും ചെയിൻസ് ഹുക്കിൽ കയറ്റിയതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടുകയാണ് ചെയ്യുന്നത്. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ജോയിൻ ചെയ്യുന്നു.
ഓക്കെ. അതിനുശേഷം ഞാനൊരു ചെയിൻ 34 ചെയ്യുന്നു. ചെയിൻ 34 ചെയ്തതിന് ശേഷം ഞാൻ യാൺ കട്ട് ചെയ്തതിന് ശേഷം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നു. ബട്ടർഫ്ലൈയുടെ ബോഡിക്കായിട്ട് ബട്ടർഫ്ലൈയെ ചുറ്റി ഒരു സ്ട്രിങ് ഉണ്ടാക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാനൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് യാൺ എടുത്തതിന് ശേഷം ചെയിൻ 30 ചെയ്യുന്നു. ഞാനിവിടെ ചെയിൻ 30 ചെയ്തതിന് ശേഷം ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഈ സ്ട്രിങ്. ഇത് നമുക്ക് പിന്നീട് യൂസ് ചെയ്യാം. ഫസ്റ്റ് ഫ്ലവേഴ്സ് അറ്റാച്ച് ചെയ്യാം. ഫ്ലവർ എടുത്തതിന് ശേഷം നമ്മൾ ഓൾറെഡി ഈ മാജിക് റിങ്ങിൻ്റെ ഈ സ്ട്രിങ് നമ്മൾ കട്ട് ഷോട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഇതിൻ്റെ മിഡിലിൽ കൂടി ഹുക്കിട്ട് ഈ എൻഡ് അകത്തോൾക്ക് വലിച്ചെടുക്കുക. മാജിക് റിങ്ങിൻ്റെ സെൻറ്ററിലേക്ക് വലിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് സെൻറ്റർ പോർഷനിൽ തന്നെ അറ്റാച്ച്മെൻറ്റ് കിട്ടുന്നതാണ്. ഓക്കെ. സോ അതിന് ശേഷം സ്ട്രിങ്സ് തമ്മിൽ കൂട്ടിക്കെട്ടുക. അതിന് ശേഷം ട്രിം ചെയ്താൽ മതിയാവും. നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം തന്നെ ഹാങ്ങിങ്സിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈ. ഇനി നമുക്ക് ഇതിൻ്റെ ബോഡിയും കൂടെ ഒരു സ്ട്രിങ് വെച്ചിട്ട് കവർ ചെയ്താൽ നമ്മുടെ പ്രോജക്റ്റ് ഇവിടെ ഫിനിഷ് ആവുന്നതാണ്. നെക്സ്റ്റ് ചെയിൻ 30 ചെയ്ത സ്ട്രിങ് ബട്ടർഫ്ലൈയെ ചുറ്റി കൊണ്ടുവന്നതിന് ശേഷം മുകളിലായിട്ട് ഒരു കെട്ടിടുക. നമ്മുടെ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ വിത്ത് ഫ്ലവർ ഹാങ്ങിങ്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. സോ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്ലീസ് ഡു കമൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.